ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് എന്നാണ് വരാനായിട്ട് പോകുന്നത്? അപ്പൊ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് റിസൾട്ട് എപ്പോഴായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ പലർക്കും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ മെയ് ആവും, ചിലർ ഏപ്രിൽ ആവും, ചിലർ മാർച്ച് ആവും. ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കണക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മളുടെ ഈ കഴിഞ്ഞ കുറച്ച് RRB എക്സാമുകളുടെ റിസൾട്ട് വരാൻ എടുത്തിരിക്കുന്ന സമയമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, RPF SI ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട്, NTPC ഉണ്ട്, ALP ഉണ്ട്, RPF കോൺസ്റ്റബിൾ, പാരാമെഡിക്കൽ. ഈ പരീക്ഷകളുടെ എല്ലാം റിസൾട്ട് വരാൻ എടുത്തിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു 80 മുതൽ 90 ദിവസം വരെയാണ് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് RRB എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കണക്ക് പ്രകാരമാണ് ഭൂരിഭാഗം പേര് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് ഈ വർഷം വരാനായിട്ട് ഒരു മെയ് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് ഒക്കെ ആവും എന്തായാലും റിസൾട്ട് വരാൻ എന്നുള്ള രീതിയിൽ കണക്കുകൾ പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓരോ പരീക്ഷകളുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഏകദേശം ഓൺ ആവറേജ് 80 മുതൽ 90 ദിവസം വരെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു വർഷം നോക്കാനായിട്ടാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മാക്സിമം നേരത്തെ ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് വരാനുള്ള സാധ്യതകളാണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കീ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആൻസർ കീ സാധാരണ വരുന്നതിലും ഒരു 2 ദിവസം നേരത്തെയാണ് വന്നത്. അതുപോലെ തന്നെ റിസൾട്ടും ഇതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കറിയാം എഡ്യൂക്കേറ്റീവ് പോലുള്ള വെണ്ടർമാരൊന്നും അല്ല ഇത് നടത്തുന്നത്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് RRB എക്സാമിനേഷൻസ് നടത്തുന്നുണ്ട്. കലണ്ടർ പ്രകാരം കൃത്യമായിട്ടാണ് നടന്നിരിക്കുന്നത് ഓരോ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി തന്നെ മനസ്സിലാവും, ഓരോ എക്സാമിനേഷൻ ഡേറ്റുകളും അവസാനം വന്നിരിക്കുന്ന ALPയുടെ നോട്ടീസ് അടക്കം കൃത്യമായിട്ടാണ് RRB നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാനേ അവർ നോക്കുകയുള്ളൂ. സോ എന്റെ ഒരു മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ആദ്യമൊക്കെ ഈ ഒരു റിസൾട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കിലൊക്കെ ഈ ഒരു റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തെറ്റിപ്പോകാം, ചിലപ്പോൾ കുറച്ചും കൂടി വൈകി പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുത്തി നേരത്തെ വന്നേക്കാം. എന്തായാലും ഈ ഒരു സമയം മിനിമം എന്തായാലും നമുക്കൊരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് RRB എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് വരെ ഒന്നും പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നോർമലൈസേഷൻ മാർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഈ റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? നല്ല അടിപൊളി ഒരു ആൻസർ ഒക്കെ നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ആ ഒരു സ്കോർ ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കട്ട് ഓഫിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റോ മാർക്സിൽ ഇത്രയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരൊക്കെ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സിൽ കമന്റ് ഇടുമ്പോൾ വരെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് നിങ്ങൾ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇത്ര മാർക്ക് കിട്ടിയവർ എന്തായാലും ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തോ? ചിലർക്ക് 50-50 ചാൻസ് ഉള്ളൂ. പക്ഷെ അത് നോക്കണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പയ്യെ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തോ. ഫിസിക്കൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ആ ഫിസിക്കലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കി. നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് റേഞ്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യുക. അതല്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ട, പോട്ടെ, നമുക്ക് അടുത്തൊരു ഗ്രൂപ്പ് ഡി വരികയല്ലേ. നമ്മൾക്ക് എന്തായാലും ഈ ഒരു പരീക്ഷയ്ക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടോ അതൊക്കെ തിരുത്തിക്കൊണ്ട് അടുത്ത പരീക്ഷ 100% ഉറപ്പായിട്ട് ഞാൻ ക്രാക്ക് ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനമെടുത്തിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു പരീക്ഷയാണ്. നമുക്ക് അധികം സമയം ഇനി അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ കുറച്ച് സമയം ഡെയിലി ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പറ്റിയിരിക്കുന്ന മിസ്റ്റേക്സ് തിരുത്തിക്കൊണ്ടും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതല്ലാതെ എപ്പോൾ റിസൾട്ട് വരും എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയേക്കാം. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ റിസൾട്ട്. അത് വരുമ്പോൾ വരട്ടെ, അത് വന്നോളും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയാൻ, നിങ്ങൾ ഗ്രൂപ്പ് ഡി ആത്മാർത്ഥമായിട്ട് ഈ ഒരു വർഷം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിയുടെ അശ്വ ബാച്ച് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അശ്വ ബാച്ചിന്റെ പ്രത്യേകത ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് കിട്ടും. ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും. അപ്പൊ എല്ലാവരും ഈ PSCയുടെ പുറകെ പോകുന്നത് ഈ ഇംഗ്ലീഷ് ഒക്കെ ടഫ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഈ പരീക്ഷ മലയാളത്തിൽ നല്ല പച്ച മലയാളത്തിൽ പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആപ്പ് ഒന്ന് സൂപ്പർ നോട്ട്സിന്റെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സും ഫ്രീ നോട്ട്സും ഒക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വിലയിരുത്തുക. അല്ല, ഞങ്ങൾ ഒരിക്കലും PPT അല്ല നോട്ടായിട്ട് ഇടുന്നത്. അതല്ലെങ്കിൽ ചുമ്മാ OBSൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന
വീടുകളിൽ ആൾക്കാർ ഒരു കസേരയിൽ ഇരുന്ന് എടുക്കുന്ന ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് തരുന്നത്. പക്കാ സ്റ്റുഡിയോ ക്വാളിറ്റി ക്ലാസ്. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്ന ക്വാളിറ്റിയിലും ഇതേ രീതിയിലും ഇന്ററാക്ട് ചെയ്തെടുക്കുന്ന ക്ലാസ്സസ് മാത്രമേ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മളുടെ ബാച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. കൂടാതെ ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസോ കാര്യങ്ങളോ വേണമെന്നാണെങ്കിൽ ഐദർ 8281223366 എന്ന് പറഞ്ഞ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ടൊരു ഗൈഡൻസ് വേണ്ടത്, നിങ്ങൾ ആ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫാക്കൽറ്റീസിനെ ആരെ വേണമെങ്കിലും ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കൂടാതെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഗ്രൂപ്പ് ഡിയുടെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഗ്രൂപ്പ് ഡിയുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വർക്ക്ഷോപ്പിന്റെ ലിങ്കും നമുക്ക് ഈ ഒരു താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ വർക്ക്ഷോപ്പിന്റെ ലിങ്ക് കിട്ടും. ഫ്രീ വർക്ക്ഷോപ്പാണ്. നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും ഒക്കെ ചോദിക്കാം, എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തരാം. ഇപ്പം ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പേരെ വാട്സാപ്പിൽ മെസ്സേജസിലൂടെയൊക്കെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് പല പല കണ്ടീഷൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയും, ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ച് നോക്കും. അപ്പോൾ ഫ്രീ ആണ് ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു വർക്ക്ഷോപ്പ് കയറി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നാൽ മതി. നമ്മൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓരോ ആഴ്ചയും എപ്പോഴാണ് വർക്ക്ഷോപ്പ് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടും പറയാനായിട്ടുള്ളത്. അപ്പോൾ റിസൾട്ടിനെ കുറിച്ച് ബോധറാവല്ലേ. ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യുക, അതല്ലാത്തവർ ഒന്നുകൂടി ഒന്ന് പഠിച്ചു കൊടുക്കുക. നമ്മൾ ഒരിക്കലും തോൽവി സമ്മതിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. കൂടാതെ മറ്റ് റെയിൽവേ എക്സാമിനേഷൻസ് കൂടി ഈ വർഷം വരുന്നുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് നോക്കിയേക്കാം. ഗ്രൂപ്പ് ഡിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അപ്പോൾ മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചോ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.